റീഗൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹിന്ദിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയെക്കുറിച്ചാണ്. ഈ കവിതയിൽ രണ്ട് സാഹിത്യ രൂപങ്ങളുണ്ട്. ഒന്ന് വിനോദ് കുമാർ ശുക്ല എഴുതിയ കവിതയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു വ്യാഖ്യാനവുമാണ്. ഇതിന് വ്യാഖ്യാനം അതായത് ഇതിൻ്റെ ടിപ്പണി എഴുതിയത് നരേഷ് സക്സേനയാണ്. ഇനി നമുക്ക് കാവ്യഭാഗത്തിലേക്ക് കവിതയിലേക്കൊന്ന് നോക്കാം. കവിത का नाम हताशा से एक व्यक्ति बैठ गया था. हताशा मीन्स निराശ. हताशा से एक व्यक्ति बैठ गया था. നിരാശയാൽ ഏക് വ്യക്തി ഒരു വ്യക്തി എന്ത് ചെയ്തിരുന്നു? ബൈഠ് ഗയാ ഥാ ഇരിക്കുന്നുണ്ടായിരുന്നു. ദെൻ കവിത പഠോ. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. इसलिए मैं उस व्यक्ति के पास गया और मैंने हाथ बढ़ाया. मेरा हाथ पकड़कर वो खड़ा हुआ. मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था. हम दोनों साथ चले और दोनों एक दूसरे को नहीं जानते, हाथ चलने को जानते थे. लिसन. कविता की सारांश यह है कि हताशा को एक व्यक्ति बैठ गया था. हताशा निराशा. नरेश विनोद कुमार शुक्ल की ये कविता एक व्यक्ति ഹതാശ സേ ബൈഠ് ഗയാ ഥാ നിരാശയാൽ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. കവി ഇതിനെ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. എന്തെന്നാൽ വ്യക്തിക്കോ മേ നഹി ജാൻതാ ഥാ, ഉസ് വ്യക്തിക്കോ ആ വ്യക്തിയെ നഹി ജാൻതാ ഥാ എനിക്കറിയില്ല. അതായത് കവിക്ക് ആ വ്യക്തിയെക്കുറിച്ച് എന്തില്ല അറിയില്ലായിരുന്നു. അയാളുടെ നിരാശയെക്കുറിച്ച് അറിയാൻ, മറിച്ച് അയാൾക്ക് എന്തില്ല ആ വ്യക്തിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. ദെൻ ഇസ്ലിയെ അതുകൊണ്ട് മേ മീൻസ് മേൻ ഇവിടെ അർത്ഥമാക്കുന്നത് കവിക്ക് ഉസ് വ്യക്തിക്ക് പാസ് ഗയ ആ നിരാശയാലിരിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് കവി എന്ത് ചെയ്തു? പാസ് ഗയ അവരുടെ അടുത്തേക്ക് ഗയ പോയി. എന്നിട്ട് കവി എന്താ ചെയ്തു നോക്കൂ. മേനെ ഹാത്ത് ബെഡായ. മേനെ കവി ഇവിടെ എന്ത് ചെയ്യുന്നു? മേനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഹാത്ത് ബെഡായ എൻ്റെ കൈ നീട്ടി. ഓർ മേരി ഹാത്ത് പക്കടുക്കർ ആ നിരാശയിലിരിക്കുന്ന വ്യക്തി മേര എൻ്റെ ഹാത്ത് പക്കടുക്കർ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഉസേം ഗഡാ ഹുവ അവിടെ എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്നു. ദെൻ മുജെ വോ നഹി ജാൻതാ ഥാ എന്നാൽ എനിക്കെന്ത് ചെയ്യില്ല? മുജെ എന്നെ ഓ ജാൻതാ ഥാ അയാൾക്ക് അറിയില്ലായിരുന്നു. എനിക്ക് അയാൾ അറിയില്ല, അതേപോലെ തന്നെ എന്താണ് അയാൾക്ക് എന്നെയും അറിയില്ലായിരുന്നു. ഓർ മേരെ ഹാത്ത് ബഡാനെക്കോ ജാൻതാ ഥാ എനിക്ക് കൈ നീട്ടാൻ അറിയാമായിരുന്നു. ഹം ദോനോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തു? സാത്ത് ചലെ ഞങ്ങൾ എന്ത് ചെയ്തു? ഒന്നിച്ച് നടന്നു. ഓർ ദോനോ രണ്ടുപേരും ഏക് ദൂസരേക്കോ നഹി ജാൻതാ ഥാ രണ്ടുപേരും എന്തറിയില്ല, പരസ്പരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. എനിക്കും അറിയില്ല, അതേപോലെ തന്നെ ആ നിരാശയായ വ്യക്തിക്കും നിരാശയിലിരിക്കുന്ന വ്യക്തിക്കും പരസ്പരം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തു? ധോനോ ഞങ്ങൾ രണ്ടുപേരും കവിയും അതേപോലെ തന്നെ ആ നിരാശയിലിരിക്കുന്ന ആ വ്യക്തിയും എന്ത് ചെയ്തു? ഏക് സാത്ത് ഒന്നിച്ച് എന്ത് ചെയ്തു? നടന്നു. ഓർ സാത്ത് ചലനെക്കോ ജാൻതാ ഥാ ഞങ്ങൾക്ക് നടക്കാൻ അറിയാമായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു. നോക്കൂ ഒന്നുകൂടെ കവിത. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ നിരാശയാൽ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. ഓർ വ്യക്തിക്കോ മേ നഹി ജാൻതാ ഥാ ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് എന്തില്ല? എനിക്ക് നഹി ജാൻതാ ഥാ എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഹതാശക്കോ ജാൻതാ ഥാ ആ വ്യക്തിയുടെ നിരാശയെക്കുറിച്ച് എനിക്ക് അറിയാം. ഇസ്ലിയെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അതുകൊണ്ട് ഉസ് വ്യക്തിക്ക് പാസ് ഗയ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? പോയി. ഓർ മേനെ ഹാത്ത് ബെഡായ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? അപ്പന ഹാത്ത് ബെഡായ എൻ്റെ കൈകൾ എന്ത് ചെയ്തു? ആ വ്യക്തിയുടെ നേരെ നീട്ടി. ഓർ മേര ഹാത്ത് പക്കടുക്കർ വോ ഗഡാ ഹുവ അയാൾ എന്ത് ചെയ്തു?
മേര ഹാത്ത് എൻ്റെ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്തു ഗഡാ ഹുവ അവിടെ എഴുന്നേറ്റ് നിന്നു. ഓർ മുജെ വോ നഹി ജാൻതാ ദാ മുജെ എന്നെ വോ നഹി ജാൻതാ ദാ അയാൾക്ക് അറിയില്ലായിരുന്നു. എന്നെ കുറിച്ച് അയാൾക്ക് എന്ത് ചെയ്യില്ല ഒന്നും അറിയില്ല. ജാന്ന അറിയുക, അയാൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ മേരെ ഹാത്ത് ബെഡാനേക്കോ ജാൻതാ ദാ എൻ്റെ കൈ നീട്ടാൻ എനിക്ക് അറിയുമായിരുന്നു. ഓർ അതുകൊണ്ട് എന്ത് ചെയ്തു ഹം ദോനോ എന്ത് ചെയ്തു ഹം ദോനോ ഞങ്ങൾ രണ്ടുപേരും ഏക് സാത്ത് എന്ത് ചെയ്തു ഏക് സാത്ത് ഒന്നിച്ചെന്ത് ചെയ്തു ചലേ നടന്നു. ഓർ ദോനും ഏക് ദൂസരേക്കോ ഞങ്ങൾ ദോനോ എനിക്കും അതേപോലെ തന്നെ ദൂസരേക്കോ രണ്ടു പേർക്കും എന്താണ് പരസ്പരം നെഹി ജാൻതേ ദേ അറിയുമായിരുന്നില്ല. ഓർ സാത്ത് ചലനേക്കോ എന്നാൽ ഞങ്ങൾക്ക് നടക്കാൻ അറിയുമായിരുന്നു. സാത്ത് ചലനേക്കോ ജാൻതേ ദേ ഒന്നിച്ച് നടക്കാൻ അറിയുമായിരുന്നു. അതായത് ഇവിടെ കവിയും അതേപോലെ തന്നെ ആ നിരാശയിലിരിക്കുന്ന വ്യക്തിയും എന്ത് ചെയ്യുന്നു പരസ്പരം നടക്കുന്നു. പക്ഷേ പരസ്പരം രണ്ടു പേർക്കും എന്ത് ചെയ്യില്ല അവരവരെ കുറിച്ച് അറിയില്ല എന്ന കവിതയാണ് ഇവിടെ കവി അവതരിപ്പിക്കുന്നത്. ഹതാശ സി ഏക് വ്യക്തി ബൈട്ട് ഗയാദ എന്ന കവിത നമ്മൾ വായിച്ചു കഴിഞ്ഞു, അതിൻ്റെ അർത്ഥവും പഠിച്ചു. ദെൻ നെക്സ്റ്റ് ഹതാശ സെ ഏക് വ്യക്തി ബൈട്ട് ഗയാദ എന്ന കവിതയുടെ ടിപ്പണി എഴുതിയത് നരേഷ് സക്സേന. ടിപ്പണിയെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. हताशा से एक व्यक्ति बैठ गया था विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी. വിനോദ് കുമാർ ശുക്ലിജിയുടെ കവിതയിൽ നരേഷ് സക്സേന എഴുതിയ ഒരു ടിപ്പണി വ്യാഖ്യാനത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. विनोद कुमार शुक्ल अपनी मौलिकता की साथ मौलिकता ഒറിജിനാലിറ്റി തനിമ മൗലികത കെ സാത്ത് ഒറിജിനാലിറ്റിയോടൊപ്പം തന്നെ ഭാഷയ്ക്ക് അൻഘടത കെ ലിയെ ഭാഷയുടെ അൻഘടത ക്രമീകരണം അൻഘടത കെ ലിയെ വിഖ്യാത് ഹേ വിഖ്യാത് ഫേമസ് പ്രസിദ്ധം. വിനോദ് കുമാർ ശുക്ല തൻ്റെ മൗലികതയോടൊപ്പം തന്നെ തൻ്റെ ഒറിജിനാലിറ്റിയോടൊപ്പം തന്നെ കവിതയുടെ ക്രമീകരണത്തിലും വിഖ്യാത് ഹേ അദ്ദേഹം എന്താണ് ഫേമസ് ആണ്, പ്രസിദ്ധനാണ്. കിന്തു എന്നാൽ ഇസ് കവിതാമേ ഈ കവിതയിൽ അതായത് ഹതാശ സെ ഏക് വ്യക്തി ബൈട്ട് ഗയാദ എന്ന ഈ കവിതയിൽ മൗലിക ഹോനയ്ക്ക് സാത്ത് ഒറിജിനാലിറ്റിയോടൊപ്പം തന്നെ ആ തനിമയോടൊപ്പം തന്നെ വേ കാവ്യശില്പിക്ക് സിദ്ധ് കവിക്ക് തരഹ്ബി കാവ്യഭാഗത്തിലെ കവിതാ രീതിയിലെ കവിതാ മേഖലയിലെ സിദ്ധ് നിപുണൻ കവിതാ മേഖലയിലെ ഒരു നിപുണനായ കഴിവുള്ളൊരു കവിയെ പോലെയാണ് നമുക്ക് അദ്ദേഹത്തെ ഈ കവിതയിൽ കാണപ്പെടുന്നത്. കവിതയ്ക്ക് അർത്ഥ ഈ കവിതയുടെ അർത്ഥം അതായത് ഹതാശ സെ ഏക് വ്യക്തി ബൈട്ട് ഗയാദ എന്ന ഈ കവിതയുടെ അർത്ഥം ഇത്തന സഹജ് ഓർ സാഫ് ഹേ ഇത്രത്തോളം വ്യക്തമാണ്, ക്ലിയറാണ്. ഉന്നെ വ്യാഖ്യാക്കി അതിനെ വിശദീകരിക്കേണ്ട ആ കവിത വിശദീകരിക്കേണ്ട വ്യാഖ്യാനം ചെയ്യേണ്ട ദർക്കാർ എന്തില്ല ദർക്കാർ ആവശ്യകത നഹി ഹേ ഇല്ല ഈ കവിതയുടെ വ്യാഖ്യാനം നൽകേണ്ട ആവശ്യം ഇല്ല. സരൾ ശബ്ദവും വാലിയ വാക്യ സരളമായ ലളിതമായ വാക്യത്തിൽ സ്വൈഹി അപ്പന മർമ്മ കർ സക്തേ സ്വയം അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നു. അതായത് ലളിതമായ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം ലളിതമായ രീതിയിൽ ഈ കവിതയെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. വ്യക്തിക്കോ മേ നഹി ജാൻതാ ദാ അദ്ദേഹം പറയുന്നു വ്യക്തിക്കോ മേ നഹി ജാൻതാ ദാ ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് അറിയില്ല, എന്നാൽ ഹതാശാക്കോ ജാൻതാ ദാ അദ്ദേഹത്തിൻ്റെ എന്ത് ഹതാശ ആ വ്യക്തിയുടെ ഹതാശ നിരാശയെക്കുറിച്ച് എനിക്ക് അറിയാം, ഹതാശ നിരാശ അറിയുമായിരുന്നു. और जानने की हमारी उस जानी पहचानी रूटी को तोड़ देते हैं जो व्यक्ति नाम पदे उम्र ओहदे या जाति से जानने को जोड़ती है. അദ്ദേഹം പറയുന്നു
ജാനി കി മേ ജാനി കി ഹമാരി ഉസ് ജാനി പഹ്ചാനി റൂട്ടിക്കോ. ജാന എന്ന വാക്കിൻ്റെ ജാനി പഹ്ചാനി അറിയുക, തിരിച്ചറിയുക എന്നുള്ള റൂട്ടി പരമ്പരാഗതയെ കവി എന്ത് ചെയ്യുന്നു? തോട് ദേത്തേ ഹേ. തോടിന പൊട്ടിക്കുക, ഇവിടെ ഇല്ലാതാക്കുന്നു. തോടിന എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക, ഇവിടെ ഇല്ലാതാക്കുക, ഇല്ലാതാക്കുന്നു. കവി പറയുന്നു ജോ വ്യക്തിക്ക് നാം പദേ ഉമ്ര ഓഹദേ യാ ജാതി ജാനേക്കോ ജോഡ്ത്തി ഹേ. സാധാരണയായി നമ്മൾ എന്താണ് ഒരു വ്യക്തിയുടെ നാം, അയാളുടെ പേര് നമുക്കറിയാം, അതേപോലെ തന്നെ പദ അഡ്രസ്സ് അറിയാം, അതേപോലെ ഓഹദേ അയാളുടെ പൊസിഷൻ, അതായത് അയാളുടെ പദവിയെക്കുറിച്ച് നമ്മൾ സാധാരണയായിട്ട് നമുക്കറിയാം. എന്നാൽ ഉസ്കോ അദാശാസെ നെഹി ജാൻത്തെ, അയാളുടെ നിരാശയെക്കുറിച്ച് നമ്മൾക്ക് എന്തില്ല, അറിയില്ല. ഇവിടെ കവി പറയുന്നത് നാം പദേ ഉമ്ര ഓഹദേ യാ വ്യക്തി സെ ജാനേക്ക് ജോഡ്ത്തി ഹേ. ഇതെല്ലാമാണ് സാധാരണ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയുന്നത്. യദി ഹം കിസി വ്യക്തിക്കോ, എന്നാൽ നമ്മൾ ഏതെങ്കിലും വ്യക്തിയുടെ ഉസ്കി ഹതാശ യാ നിരാശ, അയാളുടെ ഹതാശയെക്കുറിച്ചോ അതേപോലെ തന്നെ അയാളുടെ അസഹായത, അയാളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചോ, അതേപോലെ തന്നെ ഉസ്കെ സങ്കട, അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചോ, ജാന്യത്തോ നമുക്ക് നെഹി ജാനത്തെ നമുക്കറിയില്ല. കവി ഇവിടെ പറയുന്നത് സാധാരണ ഒരു വ്യക്തിയുടെ നിരാശയെക്കുറിച്ചോ അതേപോലെ തന്നെ അയാൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ അതേപോലെ അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളാരും എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. മറിച്ച് അയാളുടെ അഡ്രസ്സ് നമുക്കറിയാം, അതേപോലെ തന്നെ പേര് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അതായത് പദവിയെക്കുറിച്ച് നമുക്ക് അറിയാം. പക്ഷേ അയാളുടെ ആ ബുദ്ധിമുട്ടിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും അന്വേഷിക്കുന്നില്ല എന്നാണ് കവി ഈ കവിതയിൽ പറയുന്നത്. ദെൻ വീണ്ടും പറയുന്നു സടക്ക് पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं उसे हम नहीं जानते. वास्तव में हम जानते हैं कि वो एक व्यक्ति मुसीबत में और इसे हमारी मदद की ज़रूरत है. लिसन, सड़क पर घायल, റോഡിൽ അപകടത്തിൽ പെട്ട് കിടക്കുന്ന വ്യക്തിക്കോ, ഒരു അപരിചിതനായ വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ, അതായത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഡിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു അപരിചിതനായ വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ ക്യാ ഹം സക്തേ ഹേ, നമുക്ക് പറയാൻ കഴിയുമോ അയാൾ ഹം നെഹി ജാനത്തെ, അയാൾ നമുക്ക് അറിയില്ല എന്ന് പറയാൻ കഴിയുമോ? നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് മുറിവേറ്റ് റോഡിൽ അപകടത്തിൽപ്പെട്ട് ഒരു വ്യക്തി കിടക്കുന്നത് കണ്ടാൽ നമുക്ക് അയാളെക്കുറിച്ച് അറിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? വാസ്തവമേ ഹം ജാനത്തെ ഹേ വോ യഹ് മുസീബത്ത് മേ ഹേ, നമുക്ക് യഥാർത്ഥത്തിൽ അറിയാമെന്ത് അയാളൊരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞതാണെന്ന്. ഇസേ ഹമാരി മദദ് കി ജരൂരത്ത് ഹേ, ഇയാളെ നമുക്ക് എന്താണ്, ഹമാരി മദദ് കി ജരൂരത്ത് ഹേ, ഇയാളെ നമുക്ക് സഹായിക്കേണ്ട ആവശ്യമുണ്ട്. മദദ് സഹായം, ആ സമയത്ത് നമുക്ക് എന്താണ്, ഇയാളെ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ കവിത मनुष्य की तरह जानने की याद दिलाती है. മനുഷ്യ की तरह, മനുഷ്യനെ ഒരു മനുഷ്യനെ പോലെ കാണാൻ വേണ്ടിയാണ് ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് മനുഷ്യനിൽ മനുഷ്യത്വം വേണമെന്നാണ് കവി ഈ കവിതയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കവിത लगातार नहीं जानने और जानने का बयान करती जाती है. शिल्प की इस भारी കാരിഗരി കോ ദേഖേ. ഈ കവിത ലഗാതാർ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു, നെഹി ജാന്നെ അറിയില്ല എന്നും അതേപോലെ തന്നെ ജാന്നെ അറിയുക എന്നുള്ളത് ബയാൻ കർത്തി ജാത്തി ഹേ എന്ത് ചെയ്യുന്നു, വിവരിക്കുന്നു, വർണ്ണിക്കുന്നു. ബയാൻ കർണ വർണ്ണിക്കുക. ഈ കവിത വർണ്ണിക്കുന്നത് നെഹി ജാന്ന അറിയില്ല, അതേപോലെ തന്നെ എന്താണ് അറിയും എന്നുള്ളത്. ശില്പ കി ഇസ് ബാരിക് കാരിഗരിക്ക് ദേഖേ, ശില്പ ഭംഗിയുടെ മനോഹരിത ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയും. വോ മുझे नहीं जानता था हाथ बढ़ाने को जानता था. കവി പറയുന്നു വോ മുझे नहीं जानता था, വോ അവനെ, മുझे नहीं जानता था എന്നെ അറിയില്ല, ഓർ ഹാത്ത് ബഡാനെ കോ जानता था എനിക്ക് കൈ നീട്ടാൻ അറിയുമായിരുന്നു, ഓർ ഹം ഏക് ദൂസരേക്ക് നെഹി ജാനത്താ, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം
അറിയുമായിരുന്നില്ല. സാത്ത് സാത്ത് ചലനെ ഒന്നിച്ച് നടക്കാൻ, സാത്ത് സാത്ത് ഒന്നിച്ച്, ചലനെ ജാനത്തെ ദേ ഒന്നിച്ച് നടക്കാൻ, ജാനത്തെ ദേ അറിയുമായിരുന്നു. ഓർ യഹ് നഹി ജാന്ന ഓർ ജാന്ന, നഹി ജാന്ന അറിയില്ല, അതേപോലെ തന്നെ ജാന്ന അറിയുമെന്നുള്ളത് കവിതാമേ ഈ കവിതയിൽ സ്ഥായി കി തര ബാർ ബാർ ലൗട്ടെ ഹേ എന്ത് ചെയ്യുന്നു, വീണ്ടും വീണ്ടും വരുന്നു. അറിയുക അതേപോലെ തന്നെ അറിയില്ല എന്നുള്ളത് ഈ കവിതയിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നു. ഗദ്യമേ ലിഖി ഹുയി, ഗദ്യരൂപത്തിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഗദ്യമേ ലിഖി ഹുയി, ഗദ്യരൂപത്തിൽ എഴുതിയ ഈ കവിതയിൽ ഗീതാത്മകത കെ ബോധ്, അതായത് ഒരു ഗീതാത്മകത താള ഭംഗി ഗോപി കെ സാത്ത് ഹിന്ദി കിസി കവിത മേ ആയാ ഹേ, ഇതിൻ്റെ ഈ ഭംഗി ഹിന്ദിയിലെ വേറൊരു കവിതയിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് അറിയുന്നത്. അതായത് ഗദ്യാത്മക രൂപത്തിൽ എഴുതിയ ഈ കവിതയെ പോലെ, എല്ലാ ഗുണങ്ങളുമുള്ള ഈ കവിതയെ പോലെ വേറൊരു കവിത ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കവിക്ക് അറിയില്ല എന്നാണ് കവി പറയുന്നത്. കിസി ഗസൽ മേ ആഖിരി ഷെർ കെ ആഖിരി ശബ്ദ് ശ്രോതാओं के जुबान पर आप से आप आ जाते हैं. കിസി ഗസൽ മേ, അതായത് ഗസലിൽ, ഗസലിൻ്റെ ആക്കിരി ഷെർക്കെ, ആക്കിരി അവസാനത്തെ, ഷെർ വരി, ആക്കിരി ഷെർക്കെ അവസാനത്തെ ആ വരികളുടെ ആക്കിരി ശബ്ദ് അവസാനത്തെ ശബ്ദ് വാക്കുകൾ ശ്രോതാവുക്കെ, ശ്രോതാക്കളുടെ ഓഡിയൻസിൻ്റെ ജുബാൻ പർ ആപ്പ് സെ ആപ്പ് ആ ജാത്തെ ഹേ, ശ്രോതാക്കളുടെ ജുബാൻ, ജുബാൻ മീൻസ് നാവ്, നാവിൽ എന്ത് ചെയ്യുന്നു വരുന്നു. അതായത് നമ്മൾ ഏതെങ്കിലും പാട്ടുകൾ കേട്ടാൽ ആ പാട്ടുകൾ എന്ത് ചെയ്യുന്നു നമ്മുടെ വായിൽ, നാവിൻ തുമ്പത്ത് വരുന്നു. അതേപോലെ വൈസേ ഹിസ് കവിതയ്ക്ക് അന്തിമ ശബ്ദ്, അതേപോലെ തന്നെ ഈ കവിതയുടെ അവസാന വാക്കായ സാത്ത് സാത്ത് ചലന ഒന്നിച്ച് നടക്കുക എന്നുള്ള ആ വാക്ക് യദി കവിത പാഠ രോക്ക് ദിയാ ജായത്തോ, ഇത് കവിതയെ നിർത്തുകയാണെങ്കിൽ, ഈ പാഠത്തെ നിർത്തുകയാണെങ്കിൽ സുന്യവാലെ കേൾക്കുന്നവർ കുത് കഹേഗെ സ്വയം പറയും, എന്ത് കഹേങ്കെ ജാനത്തെ ദേ അറിയും. അതായത് നമ്മൾ ഗസൽ മുതലായ പാട്ടുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ വരികൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈ കവിത കേൾക്കുമ്പോൾ സാത്ത് സാത്ത് ചലന എന്ന വാക്ക് കേൾക്കുമ്പോൾ അതോടൊപ്പം തന്നെ ജാനത്തെ ദേ എന്ന വാക്കും നമ്മൾ പറഞ്ഞു പോകും. ये कविता जानने शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. ഈ കവിത, അതായത് ഹതാശാസി ഏക് വ്യക്തി എന്നുള്ള ഈ കവിത ജാന്ന ശബ്ദ കെ രൂഢിഗ്രസ്ത്, ജാന്ന എന്ന വാക്ക്, ജാന്ന അറിയുക എന്ന വാക്കിനെ രൂഢിഗ്രസ്ത് അർത്ഥക്കോ, ഇതിൻ്റെ പരമ്പരാഗതമായ, രൂഢിഗ്രസ്ത് പരമ്പരാഗതമായ അർത്ഥക്കോ അർത്ഥത്തെ പൂരി തരഹ് മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു, ബദൽ ദേത്തി ഹേ മാറ്റുന്നു. और इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कर देती है. ഈ കവിതയുടെ ആദ്യത്തെ 2 വരികളിൽ കവി എന്ത് ചെയ്യുന്നു, തൻ്റെ കാര്യങ്ങൾ പറയുന്നു. അവശേഷിക്കുന്ന പങ്ക്തിയ വരികളിൽ ഉസി കഹേ ഗയേക്കോ സഗൻ ഓർ ഗഹര കർത്തി ഹേ, എന്നിട്ട് അദ്ദേഹം അവശേഷിക്കുന്ന ആ 2 വരികളിലേക്ക് അതിൻ്റെ ആഴത്തെ സൂചിപ്പിക്കുന്നു. കവിത കാ സന്ദേശ്, ഈ കവിതയുടെ സന്ദേശം, മെസ്സേജ് ഇതാണ്. ദോ മനുഷ്യക്ക് ബീച്ച് കാ, 2 മനുഷ്യരുടെ ഇടയിലുള്ള മനുഷ്യത്വത്തെക്കുറിച്ചാണ് ഈ കവിത പറയുന്നത്. കിന്തു ജാൻകാരിയാം ജരൂരി നഹി ഹേ, പരസ്പരം അറിയേണ്ടത് ആവശ്യമില്ല. അതായത് നമ്മൾ പരസ്പരം എന്ത് ചെയ്യേണ്ട, പരസ്പരം അറിയേണ്ട, അതിന് പകരമായിട്ട് അയാളുടെ വിഷമങ്ങളും അതേപോലെ തന്നെ ദുഃഖങ്ങളും അയാളുടെ നിരാശകളും എന്താണെന്ന് നമ്മൾ അറിയുക. മറിച്ച് അയാളുടെ അഡ്രസ്സോ അതേപോലെ തന്നെ പേരോ അല്ല അറിയേണ്ടത് എന്നാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത്. ദെൻ കിന്തു യേ സന്ദേശ് കവിത ഉപദേശ് കി തരേ നഹി ജാനത്ത, ഈ കവിത എന്തല്ല, ഒരു ഉപദേശത്തെ പോലെയല്ല ഈ കവിത നമ്മളോട് കവി പറയുന്നത്. 2 വ്യക്തികളിലൂടെയാണ് ഈ കവിത നമുക്ക് കവി പരിചയപ്പെടുത്തി തരുന്നത്. ഇന്ന് നമ്മളെടുത്ത പാഠഭാഗം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, ചാപ്റ്റർ അവസാനിച്ചു കഴിഞ്ഞു. പാഠഭാഗങ്ങൾ, അതായത് കവിതയൊക്കെ നന്നായിട്ട് വായിച്ച് പഠിക്കുക. റീഗൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് സ്വാഗതം.